വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഒരു കുട്ടി വ്ളോഗാണ് കേട്ടോ. നമ്മളിന്ന് ഓഫീസിൽ ചെറിയ രീതിയിൽ ഒരു പ്രോഗ്രാം ഒക്കെ വെച്ചിട്ടുണ്ട്. ദെൻ നമുക്ക് മന്ത്ലി മീറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അതും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കുട്ടി വ്ളോഗാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇന്ന് ഓണം റിലേറ്റ് ചെയ്ത് അത്തൊക്കെയാണ്. അപ്പോൾ ഓണം റിലേറ്റ് ചെയ്തിട്ടുള്ള ചെറിയൊരു പ്രോഗ്രാമും കൂടി നടത്തുന്നതുകൊണ്ട് തന്നെ നമ്മൾ കോസ്റ്റ്യൂമൊക്കെ കേരള ട്രഡീഷണൽ ലുക്കിലൊക്കെയാണ് നമ്മൾ പോകുന്നത് കേട്ടോ. ഇത് ഞാൻ നമ്മുടെ വിഷുവിന് ഞാൻ പെയർ ചെയ്തിട്ടുള്ള വിഷുവിന് ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് സ്റ്റിച്ച് ചെയ്യിപ്പിച്ചിട്ടുള്ള കോസ്റ്റ്യൂമാണ്. ഹാഫ് സാരിയാണ് കേട്ടോ. ഇതിനായിട്ട് വേറെ ഒന്നും നമ്മൾ ഡിസൈൻ ചെയ്തിട്ടൊന്നുമില്ല. ദെൻ നമ്മുടെ കയ്യിലുള്ള ഒരു കോസ്റ്റ്യൂം തന്നെയാണ് നമ്മൾ ഇട്ടിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് ലുക്ക്. ഫുൾ ലുക്ക് എന്തായാലും നമുക്ക് പിന്നെ കാണാം. ഓക്കെ. അപ്പം രാവിലെ തന്നെ നല്ലൊരു മഴ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് നേരം ഉണ്ടായിരുന്നുള്ളെങ്കിലും നല്ലൊരു മഴയായിരുന്നു. പണ്ടൊക്കെ പറഞ്ഞ് കേട്ടിരുന്നു ഇപ്പോൾ അത്തം കറുത്താൽ ഓണം വെളുക്കും എന്നൊക്കെ. കാലത്ത് തന്നെ മഴയൊക്കെ ഒന്ന് പെയ്തൊന്ന് കറുപ്പിച്ച് തന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഓണം വെളുപ്പിക്കും എന്നുള്ളത് നമുക്ക് നോക്കാം. പതിവ് പോലെ തന്നെ ഓണമാവുമ്പോൾ നമ്മുടെ മുറ്റത്തും പറമ്പിലും ഒക്കെ കാണപ്പെടുന്നതായിട്ടുള്ള വന്നെത്തുന്ന കുറച്ച് അതിഥികളുണ്ട്. അപ്പോൾ അത് ഇപ്രാവശ്യവും തെറ്റിക്കാതെ കറക്റ്റായിട്ട് നമ്മുടെ പറമ്പിലും മുറ്റത്തൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. തുമ്പപ്പൂവും അതുപോലെ തന്നെ മുക്കുറ്റിയും കൊക്കിപ്പൂ, പിന്നെ ജൂനിയർ സൺഫ്ലവർ എന്നൊക്കെ പറയാം. സൺഫ്ലവറിൻ്റെ തന്നെ ആ ഒരു ആകൃതിയിലുള്ള ചെറിയ ചെറിയ പൂക്കളൊക്കെ അതിൽ കാണപ്പെടുന്നുണ്ട്. എനിക്ക് അതിൻ്റെ പേരറിയില്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ദെൻ നമുക്കുള്ള ചെമ്പരത്തിപ്പൂവും മറ്റുള്ള പൂക്കളൊക്കെ ഞാൻ പോണ വഴിക്കൊക്കെ എനിക്ക് കിട്ടിയ ക്ലിപ്സാണ്. എല്ലാവിടെയും പൂക്കൾ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഓണത്തിന് പൂക്കളിൽ നിന്നൊരു കുറവും കാണുന്നില്ല. അതുപോലെ തന്നെ ഇത് മഴ പെയ്ത് കാലത്ത് തന്നെ മഴയൊക്കെ പെയ്ത് ഇതൊക്കെ ഇങ്ങനെ നിൽക്കണ കാണാം. ആ ഒരു ക്ലൈമറ്റിൽ നമ്മളിത് കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ പോകാനായിട്ടുള്ള ബസ് കയറാൻ വേണ്ടിയിട്ട് ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുകയാണ്. അവിടുന്ന് ഒരു 2 മണിക്കൂറാണ് നമുക്ക് ട്രാവലിംഗ് വരുന്നത് കേട്ടോ. 2 മണിക്കൂർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തായിട്ടാണ് നമ്മുടെ ഓഫീസ് വരുന്നത്. കിൻഫ്രയിലാണ്. അങ്ങനെ 1 മണിക്കൂർ കാത്തിരിപ്പിന് ശേഷമാണ് നമുക്ക് ഈ ബസ് കിട്ടിയിട്ടോ. നമുക്ക് ബസ് ഇല്ലാണ്ട് നിർത്താഞ്ഞിട്ടാണ്. അത്രയും തിരക്കാണ്. കാലത്ത് തന്നെ ഒരുപാട് സ്റ്റുഡൻസും ജോലിക്ക് പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. അപ്പം അതിൻ്റെ തിരക്കൊക്കെ ആയിരുന്നു. കിൻഫ്രയിലെത്തി മുടിയൊക്കെ ആകെ കൊള്ളായിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ സെറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ഓഫീസിൻ്റെ ഉള്ളിലേക്ക് കയറിയത്. അപ്പോൾ വാഷ്റൂമിലാണിത് കേട്ടോ. മുടിയൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷമുള്ള ഒരു വ്യൂ ആണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ നമുക്കതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ഓഫീസിൻ്റെ ഉള്ളിലേക്ക് പോവാം. നമ്മുടെ ഓഫീസിൻ്റെ ഫ്രണ്ട് ഭാഗമാണ്. അപ്പോൾ നമ്മൾ എത്തിയിട്ടുണ്ട്. ഓൾറെഡി ലേറ്റ് ആയതുകൊണ്ട് തന്നെ പൂക്കളൊക്കെ അവരിട്ട് കഴിഞ്ഞു. ഞാനൊരു 12 മണിയൊക്കെ ആയപ്പോഴാണ് എത്തിയിരിക്കുന്നത് കേട്ടോ. ഡോറൊന്നും തുറക്കാൻ പറ്റുന്നില്ല, കാരണം അവിടുത്തെ സിസ്റ്റം മാറ്റിയിരിക്കുകയാണ്. അവിടെ ഉള്ള ആൾക്കാർ, ഓഫീസിലുള്ള ആൾക്കാർ ഓപ്പൺ ചെയ്താൽ മാത്രം, മീൻസ് സ്വിച്ച് ഇട്ടാൽ മാത്രമേ നമുക്ക് ഈ ഡോർ ഓപ്പൺ ആക്കാൻ പറ്റുള്ളൂ. അപ്പോൾ മുന്നേ എങ്ങനെ ആയിരുന്നില്ല. അപ്പോൾ കുറച്ച് അപ്ഡേഷനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ളതാണിത്. അപ്പോൾ നമുക്ക് ഡോറൊക്കെ തുറന്നു തന്നു. ഇതാണ് നമ്മുടെ അത്തപ്പൂക്കളം എന്ന് പറയാം. അത്തത്തിൻ്റെ അന്ന് തന്നെയാണ് നമുക്ക് ഈ ഒരു സെലിബ്രേഷൻ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചെറിയ രീതിയിലാണ് കേട്ടോ നമ്മളൊരു പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നത്. നമ്മളെല്ലാം ഞാൻ ഇട്ടിട്ടില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ മുന്നിൽ കുറച്ച് ഷോക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ അവിടെ ഉള്ള ആൾക്കാരോടൊക്കെ ഒന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട്, കാരണം കുറേ പുതിയ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. നമ്മളൊക്കെ വർക്ക് ഫ്രം ഹോം അല്ലേ, നമ്മൾ ഫോണിലൂടെ സംസാരിക്കല്ലാതെ നേരിട്ട് അവരെ ഇപ്പോഴല്ലേ കാണുന്നത്. അപ്പോൾ അവരുമായിട്ട് കുറച്ച് നേരം സംസാരിച്ചു. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് ഷോ ഓഫ് ആണ് കേട്ടോ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും പൂവിടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, ലേറ്റായിട്ട് വന്നുകൊണ്ട് തന്നെ. അപ്പോൾ പിന്നെ പൂവിട്ടതായിട്ട് കുറച്ച് കാണിച്ച റീൽസും ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ എൻ്റെ വിഷമങ്ങളൊക്കെ തീർത്തു. ഞാൻ മാക്സിമം പൂവിടാനായിട്ട് എത്തണം. 10 മണിയാകുമ്പോൾ എനിക്ക് എത്തണം എന്നുള്ള മൈൻഡിലാണ് ഞാൻ ഇറങ്ങിയത്. പക്ഷെ എനിക്ക് സാധിച്ചില്ല. ഒന്നാമത്തെ കാര്യം, ഞാൻ റെഡിയായി വന്നപ്പോഴേക്കും കുറച്ച് ലേറ്റായി. പിന്നെ 1 മണിക്കൂർ പോസ്റ്റായി നമ്മൾ ബസ് സ്റ്റോപ്പിൽ. അങ്ങനെയൊക്കെ ആയിട്ട് ലേറ്റ് ആയിരുന്നു. അങ്ങനെ ഈ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് നേരെ നമ്മൾ ഫുഡിൻ്റെ സെക്ഷനിലേക്കാണ്. ഫുഡ് കഴിക്കണ പരിപാടിയായിരുന്നു കേട്ടോ. കാരണം ഉച്ച ആയിരുന്നല്ലോ. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചതിന് ശേഷമാണ് പിന്നെ നമ്മുടെ ബാക്കി പരിപാടികളൊക്കെ, ഗെയിംസ് കാര്യങ്ങളൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തേ. അതൊക്കെ ഫുള്ളായിട്ട് ഞാൻ അതിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ മാക്സിമം ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഞാൻ വോയിസ് ഓവർ ചിലപ്പോൾ കൊടുത്തു എന്നൊന്നും വരില്ല. എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ. അത് മറക്കരുതേ.
സാധനം കുത്തണ്ടടാ. ആ ചവിട്ടി കാണുന്നു. ഷാഹിദ് ഔട്ടായിട്ടില്ലല്ലോ. സ്പേസ് കുറയ്ക്കും.
സിമ്പിളാണ്. സ്റ്റാർട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ടൈമർ അല്ല, ഇതിപ്പോ 2 ബണ്ണേ ഉള്ളൂ. അതുകൊണ്ട് ആദ്യം ആരാണോ 2 ബണ്ണ് നിന്ന് തീർക്കുന്നത് അവരാണ് വിജയിക്കുന്നത്. കാരണം നിങ്ങളുടെ കപ്പാസിറ്റി അറിയുന്നതുകൊണ്ടും അത്രയും ഫണ്ട് തരാനുള്ള കപ്പാസിറ്റി കമ്പനിക്ക് 2 ബണ്ണ് ആദ്യം ആര് നിന്ന് കൊടുക്കുന്നു അവർക്ക് സമ്മാനം കൊടുക്കാനാണ് തീരുമാനം. അതാ സങ്കടം എന്താ? കള കഴിഞ്ഞു ഇങ്ങനെ ആക്കിയ ചോദിക്കാൻ ആക്രമണം എന്നൊന്നും പറയാൻ പറ്റില്ല. മ്യൂസിക്കൽ ചെയറിന്റെ വിന്നറായിട്ട് നാസിറ. കഷ്ടപ്പെട്ട് വന്നത് ഗ്രീഷ്മേച്ചി അതിൽ ഗ്രീഷ്മേച്ചി ഉണ്ടല്ലേ. മലയാളി അത് സെലക്ട് ചെയ്ത് സാറിന് ഗിഫ്റ്റ് ഉണ്ടാവുന്നില്ല സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത് ഗ്രീഷ്മയാണ്. ഗ്രീഷ്മയ്ക്ക് വേണ്ടി മാമിനെ സെലക്ട് ഞങ്ങൾ എല്ലാവരും ലിക്കുന്ന പോലെ എല്ലാവരും ലിക്കുന്ന പോലെ